ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും നമ്മുടെ ആധ്യാത്മിക പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഭഗവാനെ എങ്ങനെ സ്നേഹിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. എല്ലാവരും ലോകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും എന്താണ്, നമ്മൾ ഉൾപ്പെടെ ശ്രീകൃഷ്ണ ഭഗവാനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാ അല്ലേ. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എത്രയൊക്കെ നമ്മളത് ശ്രമിച്ചു കഴിഞ്ഞാലും ഭഗവാനെ കുറിച്ച് അറിവില്ല എങ്കിലും, അല്ലെങ്കിൽ കൃഷ്ണാവബോധമില്ലെങ്കിലും എന്താണ്, ആ സ്നേഹപ്രവണത എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഇനി എത്രയൊക്കെ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നുണ്ട്, ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ട് എങ്കിലും തന്നെ നമുക്കറിയാം, ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പം അതുപോലെ തന്നെയാണ് ഭഗവാനെ കുറിച്ച്, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് വേണം? ഭഗവാനെ കുറിച്ച് അറിയണം, പിന്നെയോ കൃഷ്ണാവബോധവും ഉണ്ടായിരിക്കണം. പൊതുവായിട്ട് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് എന്താണ്, നമുക്ക് പൊതുവെ ഒരാളെ സ്നേഹിക്കാനുള്ള പ്രവണതയുണ്ടല്ലേ. മറ്റൊരാളെ സ്നേഹിക്കാതെ ആർക്കും ജീവിക്കാനും കഴിയില്ല. എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് ഈ പ്രവണത, മനുഷ്യരിൽ മാത്രമല്ല. ഈവൻ കടുവയും സിംഹവും മൃഗങ്ങളും പോലും എന്താണ്, ഈ ഒരു സ്നേഹപ്രവണത അവർക്കുണ്ട്. കുറഞ്ഞത് ഉറക്കത്തിലെങ്കിലും സ്വപ്നത്തിലെങ്കിലും ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാം. അത് തീർച്ചയായിട്ടും എന്താണ്, നമ്മളിലും മനുഷ്യരിലും ഉണ്ട്. ഇതിൽ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സ്നേഹത്തിലും നമ്മൾ സന്തുഷ്ടരല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ സന്തുഷ്ടി, അല്ലെങ്കിൽ ആ സന്തുഷ്ടമാകുന്ന തരത്തില് നമ്മുടെ സ്നേഹം എവിടെയാണ് സ്ഥാപിക്കേണ്ടത് നമുക്ക് അറിയില്ല. ആ ഒരു അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് പ്രശ്നം അല്ലെ. നിലവില് നമ്മുടെ മനുഷ്യരെന്ന് പറയുന്ന ഈ ഒരു മനുഷ്യ സമൂഹം എന്താണ്, ഒരാളെയോ രാജ്യത്തെയോ അല്ലെങ്കിൽ കുടുംബത്തെയോ അല്ലെങ്കിൽ പിന്നെയോ സ്വന്തമായോ തന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നാല് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും എന്താണ്, നമുക്ക് സന്തുഷ്ടി തരുന്ന രീതിയിൽ ആ ഒരു സ്നേഹം എവിടെ സ്ഥാപിക്കണമെന്നതിന് യാതൊരുവിധ വിവരവുമില്ല, അല്ലെങ്കിൽ നമുക്കതിനുള്ള അറിവില്ല. അപ്പം ആ ഒരു നഷ്ടം എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം എത്രമാത്രം ആൾക്കാരെ സ്നേഹിച്ചാലും ഒരു നഷ്ടം ഫീൽ ചെയ്യും അല്ലേ. അപ്പം എവിടെ എന്തോ നഷ്ടപ്പെടുന്നു. കാരണം ഒന്നിലും നമുക്ക് ആ ഒരു സംതൃപ്തി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈവൻ വീട്ടില് വളർത്തുമൃഗങ്ങളെ വളർത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ കാമുകിമാര് കാമുകന്മാര് ഭാര്യ ഭർത്താവ് ഒക്കെ ആയാലും അതിനകത്തൊരു ശാശ്വതമായിട്ടുള്ള എപ്പോഴും ഒരു സന്തുഷ്ടി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, നമുക്ക് സാധിക്കുന്നില്ല. എന്തോ നഷ്ടപ്പെട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട സംഗതിയാണ്, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ട പോയിന്റാണ് അതാണ് കൃഷ്ണൻ അല്ലെ, അതാണ് ഭഗവാൻ. ആ ഒരു ഭക്തി എന്ന് പറയുന്ന ആ ഒരു അമൃത് എന്താണ്, അത് ഭഗവാനോടുള്ള, കൃഷ്ണനോടുള്ള നമ്മുടെ ശാശ്വതമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സ്നേഹത്തെ എങ്ങനെ ഉത്തേജിപ്പിക്കാമെന്നും അതിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതം ആനന്ദകരമാക്കാമെന്നും, അങ്ങനെ ആ ഒരു സ്ഥാനത്ത് അതേ സ്ഥിതിയിൽ എങ്ങനെ തുടരാമെന്നും നമ്മെ ആ ഒരു ഭക്തിയുടെ മാർഗം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം ചെറുപ്പകാലത്ത് ആണ് എങ്കിൽ എന്താണ്, ഒരു കുട്ടി ഒരു കുട്ടിയാണ് എങ്കിൽ തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, പിന്നെയോ സഹോദരന്മാരെയും സ്നേഹിക്കുന്നു, പിന്നെ വളർന്ന് വലുതായി കഴിയുമ്പോഴേ കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും, അല്ലെങ്കിൽ പിന്നെ മൊത്ത സമൂഹത്തെയും സ്നേഹിക്കാൻ തുടങ്ങുന്നു. എന്നാൽ എല്ലാം എത്രയൊക്കെ സ്നേഹിച്ചാലും പിന്നെ എന്താണ്, ആ ഒരു സ്നേഹം അതില്, ആ ഒരു ഇഷ്ടത്തില് പിന്നെയും തൃപ്തിപ്പെടുന്നില്ല എന്നാണ്.
അപ്പം പരമമായിട്ട് നമുക്ക് പ്രിയപ്പെട്ടവൻ, അപ്പം കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും രാഷ്ട്രത്തെയും ഒക്കെ സ്നേഹിച്ചിട്ടും തൃപ്തിയാവൂല നമുക്ക്, അല്ലെ? പിന്നെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും എന്തിനെങ്കിലും. ഉം. അത് പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? ആ പരമമായിട്ടുള്ള പ്രിയൻ, പരമപ്രിയൻ ആരാണ് എന്ന് അറിയുന്നത് വരെ എന്ത്, ആ സ്നേഹം അപൂർണമായിരിക്കും, അല്ലേ? ആ കൃഷ്ണനിൽ നമ്മുടെ മനസ്സ് സ്ഥിരതാമസമാക്കുമ്പോൾ മാത്രമേ നമ്മുടെ സ്നേഹത്തെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കഴിയൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ എത്രയൊക്കെ ആരെയൊക്കെ, രാഷ്ട്രത്തെ ആയാലും സമൂഹത്തെ ആയാലും വീട്ടുകാരെ ആയാലും ഒക്കെ സ്നേഹിച്ചു കഴിഞ്ഞാലും പിന്നെയും ആ സ്നേഹം പിന്നും സ്നേഹിക്കണമെന്നുള്ള ഒരു വെമ്പൽ എന്തുകൊണ്ടാണ് മനസ്സിന്? അതായത് ആ യഥാർത്ഥമായിട്ട് ആരെയാണോ സ്നേഹിക്കേണ്ടത് അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അപ്പം ആ ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, അദ്ദേഹത്തെ ഹൃദയത്തിൽ സ്ഥാപിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം, ഭഗവാൻ കൃഷ്ണൻ ആ നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കി കഴിയുമ്പോഴെന്താണ്, ആ സമയത്ത് എങ്കിലും മാത്രമേ നമ്മുടെ സ്നേഹത്തെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയൂ. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ പലതിലും ചാടി കളിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ കൊച്ചുകുട്ടികളാണ് എങ്കിൽ എന്താണ്, എന്തെങ്കിലും ആദ്യമായിട്ട് കിട്ടുന്ന സംഗതികൾ ഉടനെ എടുത്ത് എന്തിടും, വായിലെടുത്തിടും, അല്ലേ? പിന്നെ കുറെ കാലം കഴിയുമ്പോൾ എന്താണ്, വളർന്നു വരുന്നതിനനുസരിച്ച് ചില സമയങ്ങളിൽ സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്യും. പിന്നെയോ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ തുടങ്ങും. പിന്നെ അതേപോലെ അന്ന് ആ സമയത്ത് എന്താവും, ആ സഹോദരങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും, മാതാപിതാക്കളോടുള്ള സ്നേഹം വർദ്ധിക്കും. പിന്നെ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം ഈ സമയങ്ങളിലെല്ലാം തന്നെ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു സ്നേഹം വർദ്ധിക്കുന്നു. ഈ രീതിയിൽ ആദ്യം എന്താണുള്ളത്, ആദ്യം കയ്യിൽ കിട്ടുന്ന സമയത്ത് സ്വാർത്ഥതയാണ്, അല്ലേ? എനിക്ക് മാത്രം എന്നുള്ളത്. പിന്നീട് എന്താവും, അത് കുടുംബ കേന്ദ്രീകൃതമാവും, പിന്നെ അത് സമൂഹമാവും, പിന്നെ രാഷ്ട്രീയ കേന്ദ്രീകരണമാകും, അല്ലെങ്കിൽ മൊത്തത്തിൽ അന്താരാഷ്ട്ര രീതിയിലാവും. അപ്പം ആ ഒരു രീതിയിൽ ആ ഒരു സേവനം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പടരും. എന്നാൽ നമ്മുടെ ആ സ്നേഹത്തിന്റെ അളവ് അല്ലെങ്കിൽ ആ വർധനവ് എവിടെ എത്താൻ വേണ്ടിയിട്ടാണ്? ആ പരമപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണനിൽ എത്തുന്നത് വരെ എന്താണ്, തൃപ്തിപ്പെടൂല, അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ നമുക്കായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും. പിന്നീട് നമുക്ക് സഹോദരങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, പിന്നെ മാതാപിതാക്കൾക്കാവും, പിന്നെ രാഷ്ട്രത്തിനാവും. പക്ഷെ എന്നിട്ടും എന്താണ്, വീണ്ടും അത് കൊടുക്കണമെന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. പക്ഷെ അത് എവിടെ ചെന്നാണ് നിൽക്കുന്നത്? എപ്പോഴാണോ നമ്മൾ ആ പരമപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ഭഗവാനിൽ എത്തുന്നത് വരെ നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. അതാണ് എന്ത്, ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഇത് പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, പിന്നെയോ നമ്മളിൽ സ്നേഹമുണ്ട്, എല്ലായിടത്തും സ്നേഹമുണ്ട്. ഈവൻ നമുക്ക് കുടുംബമില്ല എങ്കിൽ പോലും എന്താണ്, നമ്മള് ഒന്നുകില് വളർത്തു മൃഗങ്ങളെയോ, അല്ലെ, നായ്ക്കളെയും പൂച്ചകളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് വളർത്തുന്നുണ്ട്. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കാൻ ശീലിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ സ്വഭാവം, ശാശ്വതമായിട്ടുള്ള സ്വഭാവം. പക്ഷെ അത് എപ്പോഴാണ് അത് നിലനിൽക്കുന്നത്, എപ്പോഴാണ്, ഏത് സമയത്താണ് അത് തൃപ്തിയാവുന്നത്? എപ്പോഴാണ് ആ സ്നേഹം ഭഗവാനുമായിട്ട് കണക്ഷൻ ഉണ്ടാകുമ്പോൾ, ഭഗവാൻ എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിൽ കുടിയേറി താമസമാകുന്നത്, ആ സമയത്ത് മാത്രമേ ആ സ്നേഹത്തിന് അർത്ഥമുണ്ടാകൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റോപ്പ് ഉണ്ടാകും ആ ഒരു സ്നേഹത്തിന്. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ സത്യത്തിൽ എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായിട്ട് എന്താ, ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൃഷ്ണനുമായിട്ട് ഉള്ള പ്രേമഭക്തി വളർത്താൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഒരു കണക്ഷൻ നേടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. പക്ഷെ നമ്മുടെ ഉപബോധ മനസ്സിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ അടിസ്ഥാനപരമായിട്ട്
ഭഗവാനില് അല്ലെങ്കിൽ ഭഗവാന്റെ അംശമായതുകൊണ്ട് ആ ഭഗവാനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മൾ ഭഗവാനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആ ഭഗവാനെ കുറിച്ചുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെ, കൃഷ്ണാബോധം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള ഒരു പ്രവണത ഒരു വൃത്തത്തിനുള്ളിൽ, നമ്മൾ പറയാറില്ല എന്താ, പൊട്ടക്കണറ്റി കിടക്കുന്ന തവള മാതിരി, അതുമാതിരി ഒരു വൃത്തത്തിനുള്ളില് അത്രമാത്രം പരിമിതമാണ്. കാരണം എന്താ, നമുക്ക് കൃഷ്ണാബോധമില്ല, അതുകൊണ്ട് നമ്മൾ തൃപ്തരുമല്ല. നിത്യസിദ്ധ കൃഷ്ണഭക്തി, ആ സ്നേഹബന്ധം, ആ സ്നേഹപ്രവണത എന്താണ്, കൃഷ്ണനെ സ്നേഹിക്കാൻ, അല്ലേ, അത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നു. ആ കൃഷ്ണപ്രേമം എന്ന് പറയുന്നത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നു. ധ്രുവ മഹാരാജാവിനെ പോലെ, അല്ലെ, എന്താണ്, ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ധ്രുവ മഹാരാജാവ് കണ്ടുമുട്ടിയപ്പോഴ് എന്താണ്, അദ്ദേഹം പൂർണ്ണമായിട്ടും സംതൃപ്തനായി. സ്വാമിൻ കൃതാർത്ഥോ സ്മി വരം നയച്ചേ, അല്ലെ, എന്റെ ഭഗവാനെ നിന്ന് ഒരു അനുഗ്രഹവും ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇതിൽ ഞാൻ സംതൃപ്തനാണ്. അതാണ് എന്ത്, നമ്മുടെ അതിനു വേണ്ടിയിട്ടാണ് എന്ത്, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നതാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനം. അല്ലെങ്കിൽ നമ്മുടെ ശാശ്വതമായിട്ടുള്ള നമ്മുടെ അവസ്ഥയും എന്താണ്, ഇത് തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതവും ഈ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള ഒരു നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടല്ല. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ, ഭൗതിക മേഖലയിൽ ചിന്തിച്ചു കഴിഞ്ഞാല് ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത്, നമ്മള് ഒരാളെ സ്നേഹിക്കും, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. അത് ശുദ്ധമായിട്ടുള്ള സ്നേഹമല്ല. ശുദ്ധമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഏത് രീതിയില്, കൃഷ്ണനോട് രാധാറാണിയുടെ മനോഭാവത്തില്, അല്ലെ, അത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വളരെ കാര്യമായിട്ട് തന്നെ അത് വിവരിക്കുന്നുണ്ട്. എന്താണ്, ആശ്ലിഷ്യ വാ പദാം രഥാം പിണസ്തുമാം അദർശനാം മർമ്മഹദാം കരോത്തുവാ. എന്താണ്, ഇവിടെയാണ് രാധാറാണിയുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ആശ്ലിഷ്യ വാ പദാം രഥാം പിനഷ്ടുമാം അദൃശനാം മർമ്മഹദാം കരോത്തുവാ യഥാ തഥാ വാ വിദധാതുലംബടോ മത്പ്രാണനാസ്തു സയേവന പരഃ. എന്താണ് പറയുന്നത്, എനിക്ക് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി, അത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ്. എന്നെ കെട്ടി ഇറുക്കി പിടിക്കുകയോ അല്ലെങ്കിൽ എന്റെ കാലിനടിയിൽ, അങ്ങയുടെ കാലിന്റെ അടിയിലിട്ട് എന്നെ ചവിട്ടി മെതിക്കുകയോ ചെയ്തോളൂ, എന്നെ അവഗണിച്ചോളൂ, അല്ലെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം ഇല്ലാതെ, അല്ലെ, വിരഹവേദന കൊണ്ട് എന്റെ ഹൃദയം തകർത്തുകൊള്ളൂ. എന്നിരുന്നാൽ തന്നെയും എന്താണ്, നിരുപാധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നെ എന്തൊക്കെ ചെയ്താലും, അല്ലെ, മത്പ്രാണ നാസസ്തു സയേവനാപരഃ. എങ്കിൽ തന്നെ ഇത്രയൊക്കെ ചെയ്താലും എന്താണ്, മറ്റാരുമല്ല, അവൻ മാത്രമാണ് എന്റെ ഹൃദയത്തിൽ ഞാൻ ആരാധിക്കുന്ന പരമപുരുഷൻ, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഭഗവാൻ, സ്നേഹിക്കുന്ന പുരുഷൻ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അവനെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത്. അതാണ് രാധാറാണിയുടെ മനോഭാവം എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊള്ളൂ, പിന്നെയോ കാലിന് താഴെയിട്ട് ചവിട്ടി മെതിച്ചുകൊള്ളൂ, എന്റെ അടുത്ത് വരാതെ, എനിക്ക് സാന്നിധ്യം തരാതെ എന്റെ ഹൃദയം, അല്ലെ, എന്റെ ഹൃദയത്തെ തകർത്തുകൊള്ളൂ, എങ്കിലും ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. മത്പ്രാണനാഥസ്തു സയേവനാപരഃ. വേറെ ആരുമല്ല, അവൻ മാത്രമാണ് എന്ത്, എന്റെ ഹൃദയത്തില് ആരാധിക്കപ്പെടുന്ന ഭഗവാൻ, അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന വ്യക്തി. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹം എല്ലാവരുടെയും ഹൃദയത്തില് എന്താണ്, നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം നിത്യസിദ്ധ കൃഷ്ണഭക്തി. അപ്പം കൃഷ്ണനോടുള്ള നമ്മുടെ സ്നേഹം എന്താണ്, ശാശ്വതമാണ്. പക്ഷെ പ്രശ്നം എന്താണ്, ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന പാപകർമ്മങ്ങളുടെയും, അല്ലെ, കോടിക്കണക്കിന്
ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, പല നീച യോനികളിലൂടെ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്തതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? ആ ഭൗതിക മാലിന്യങ്ങൾ അടിഞ്ഞിട്ട് എന്താണ്, ആ ഒരു ബോധം ഏറ്റവും താഴെ തട്ടിൽ കിടക്കുകയാണ്. നമ്മളത് ഭഗവാനെ കുറിച്ചുള്ള കീർത്തനത്തിലൂടെയും ശ്രവണത്തിലൂടെയും എന്താണ് അതിനെ ഉത്തേജിപ്പിക്കണം, അല്ലെ? അത് നമ്മുടെ ആ ഒരു അവസ്ഥ കാരണം ഈ ഒരു സ്നേഹം എന്ത് അത് ഉണർത്തപ്പെടുന്നില്ല. അതാണ് പ്രശ്നം നമ്മുടെ. എങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയുള്ളൂ. അപ്പം ഇതെങ്ങനെ മാത്രമേ സാധിക്കൂ? ഈ ഒരു ഭക്തി പ്രക്രിയയിലൂടെ മാത്രമേ എന്താണ് ആ സ്നേഹപ്രകടനം ഉണർത്തപ്പെടുകയുള്ളൂ. അതിനു വേണ്ടി വേണം നമ്മൾ പരിശീലിക്കണം, അല്ലേ? വീട്ടില് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പരിശീലനം നടക്കൂല. മാസത്തിലോ ആഴ്ചയിലോ ഒരു ദിവസം അമ്പലത്തിൽ പോയത് കൊണ്ട് ആ ഒരു പ്രക്രിയ നടക്കൂല, അല്ലേ? നമ്മൾ പരിശീലിക്കണം. കാരണം എന്താ, നമ്മൾ ഒരുപാട് ജന്മങ്ങള് എടുത്തിട്ടുണ്ട് ഈ ഭൂമിയിൽ, കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പല രീതിയിലും, പാറ്റയായാലും പൂച്ചയായാലും എലിയായിട്ട് പല പല രീതിയിൽ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്താണ് നമ്മുടെ ബോധം എന്ന് പറയുന്നത് ബോധം എന്ത് ശരിയായിട്ടുള്ള ബോധമല്ല, അല്ലേ? അപ്പം ആ അവസ്ഥയിൽ ചെയ്ത പാപകർമ്മങ്ങളും അല്ലാതെയുള്ള കർമ്മങ്ങളും എല്ലാം ഭഗമായിട്ട് നമ്മുടെ ശരിയായിട്ടുള്ള ബോധം താഴെ കിടക്കുക. അതിനെ നമ്മൾ എന്ത് വേണം? ശുദ്ധീകരിക്കണം. എങ്ങനെ? ഭക്തിയിലൂടെ, ശ്രവണം, കീർത്തനം തുടങ്ങിയ കാര്യങ്ങളിലൂടെ, സത്സംഗങ്ങളിലൂടെ നമ്മൾ അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടുവരണം. ദിവസമുള്ള നാമജപത്തിലൂടെ ശുദ്ധീകരിച്ചു കൊണ്ടുവരണം. ഇപ്പം ശ്രീ രൂപഗോസ്വാമി എന്താണ് കൃഷ്ണനോടുള്ള ആ ഭക്തി ഏത് രീതിയിൽ നമുക്ക് വീണ്ടും പുനഃസ്ഥാപിക്കാമെന്ന് പറയുന്നുണ്ട് ഉപദേശാമൃതത്തില്. ഉത്സാഹ നിശ്ചയ ധൈര്യ തത്തത് കർമ്മ പ്രവർത്തന സംഗത്യാഗോ സദോവൃത്തെ ഷഡ്ഭിർ ഭക്തി പ്രസിദ്ധതി. ഉത്സാഹ നിശ്ചയ ധൈര്യ തത്തത് കർമ്മ പ്രവർത്തന സംഗത്യാഗ സദോവൃത്തെ സദ്ഭിർ ഷഡ്ഭിർ ഭക്തി പ്രസിദ്ധതി. അപ്പം ഈ ഒരു പ്രക്രിയയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്താണ് ആ ഭഗവാനിലേക്ക്, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ദർശനം ഉണ്ടാകും എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ആരെയാണോ ശരിയായിട്ട് സ്നേഹിക്കേണ്ട വ്യക്തിയെ നമ്മൾ കണ്ടെത്തുമെന്നാണ് പറയുന്നത്. ഇല്ല എങ്കിലും ഭഗവാനെ കുറിച്ചുള്ള ആ സ്നേഹത്തിന്റെ രുചി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മൾ എന്താണ് വേണ്ടത് അതിന്? അത് ഉയർത്തണമെങ്കിൽ ഭക്തരായിട്ടുള്ള സാധുക്കളോടുള്ള സഹവാസത്തിലൂടെ നമുക്ക് അതിനെ ഉയർത്താം. പിന്നെയോ ഉത്സാഹ നിശ്ചയ ധൈര്യാതെ, എപ്പോഴും ഉത്സാഹഭരിതരായിരിക്കണം, അല്ലേ? കാരണം ഭഗവാനോടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും നോക്കരുത്. പിന്നെയോ ആ ഭഗവാന്റെ കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് ചെയ്യണം. വേറെ ഒരു മടിയും വിചാരിക്കരുത്. അത്രമാത്രം ഉത്സാഹത്തോടു കൂടി ഇരിക്കണം ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടായാലും പറയാൻ വേണ്ടിയിട്ടായാലും, അല്ലെങ്കിൽ ഭഗവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായാലും എന്താണ് ഉത്സാഹഭരിതരായിട്ട് നമ്മൾ ഇരിക്കണം. ഇപ്പം ഒരു രാജ്യം ഉപേക്ഷിക്കണമെങ്കിലോ, അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപേക്ഷിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഭൗതിക ലാഭം നമ്മൾ മാറ്റിവെച്ചിട്ടായാലും എന്താണ് കൃഷ്ണാബോധം വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്താണ് ആ ഒരു രീതിയിൽ ആ ഉത്സാഹഭരിതരായിട്ടിരിക്കണമെന്നാണ് പറയുന്നത്. ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? ഉത്സാഹ നിശ്ചയ ധൈര്യ. ധൈര്യം എന്ന് പറയുന്നത് ക്ഷമ, അല്ലേ? നമ്മൾ പറയാറുണ്ട്, ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഭഗവാൻ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, പിന്നെയും പിന്നെയും കഷ്ടപ്പാടിലോട്ടാണ് എന്നെ ഇടുന്നത്. ഏ രാവിലെ ഭഗവാൻ 5 രൂപ കൊടുത്തിട്ട് വൈകുന്നേരം 100 രൂപ കിട്ടണമെന്ന് വിചാരിക്കും. വൈകുന്നേരം ആകുമ്പോൾ പറയും, അല്ലയോ ഭഗവാനെ, കയ്യിലാകെ 5 രൂപയുള്ളായിരുന്നു, അത് കൊണ്ടിട്ടിട്ട് എനിക്ക് 100 രൂപ കിട്ടിയില്ല. കാരണം അന്നേരം തന്നെ നമുക്ക് കിട്ടണം. എന്താണ്? ക്ഷമ വേണം. നമ്മൾ പറയും, ഭഗവാന് വേണ്ടി ഇത്രയധികം കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷെ എനിക്കൊരു പ്രയോജനവും ലഭിക്കുന്നില്ല.
എപ്പോഴും കഷ്ടപ്പാട് മാത്രമാണ് തരുന്നത്. എന്താണ് അതിന് പറയാൻ, അത് ചെയ്യേണ്ട എന്താണ്? ക്ഷമയോടുകൂടി ഇരിക്കുക, അക്ഷമനാകരുത്. കാരണം ഭഗവാൻ ഒരു അവസരം തരും നമുക്ക്, അല്ലേ? കാരണം നമ്മൾ എപ്പോഴും ഭഗവാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഭക്തരുള്ളത്. 24 മണിക്കൂറും അദൃശ്യനായിട്ട് ഇരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതൽ തന്നാല് നമുക്ക് നമ്മുടെ ഭക്തിക്ക് അത് ചിലപ്പോൾ കോട്ടം തട്ടും എന്നുള്ള ഇതുകൊണ്ടാണ് എന്ത്, ഭഗവാൻ അധികമായിട്ട് നമുക്ക് ഒന്നും തരാത്തത്. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആ സമയത്ത് ഭഗവാൻ അവിടെ ഉണ്ടാകും. അപ്പൊ അതിനുള്ള ക്ഷമ എന്താണ് നമ്മള് കാണിക്കണം. നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം എന്താണ്, അവശ്യരക്ഷിതേ കൃഷ്ണ. നമുക്ക് സമയം എന്താണ്, നമുക്ക് രക്ഷ വേണ്ട സമയത്ത് ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും, അല്ലേ? നിശ്ചയാ ധൈര്യ, അതിനൊരു ഉറപ്പ്. സമയം എടുത്തു കഴിഞ്ഞാലും എന്താണ്, നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം, ക്ഷമയോട് കൂടിയിട്ട് ഉറപ്പോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കണം. തത്തത് കർമ്മ പ്രവർത്തനായത്. അപ്പം അതെന്താണ്, നമ്മൾ പതിവായിട്ട് എന്ത് വേണം, നമുക്ക് പറഞ്ഞിട്ടുള്ള കർത്തവ്യങ്ങള് നിർവഹിക്കണം. ഏ ദിവസവും മാല ജപിക്കണം, 4 യമനിയമങ്ങൾ പാലിക്കണം, പിന്നെയോ ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഭക്തി സേവനത്തിന്റെ അല്ലെങ്കിൽ ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള എങ്ങും പോവുകയോ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാതെ ഇരിക്കുക. ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ആ ഭഗവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗുരുക്കന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. സദോവൃത്തേ, എന്താണ്, നമ്മൾ ചെയ്യുന്ന ഇടപാടുകൾ എന്താണ്, സത്യസന്ധമായിരിക്കണം. വ്യക്തതയോട് കൂടിയിട്ട് എന്താണ്, സത്യസന്ധമായിട്ട് വേണം നമ്മൾ ഓരോ കാര്യത്തെയും കാണേണ്ടത്. പിന്നെന്താണ്, സാധുസംഘം, ഭക്തരുടെ കൂട്ടായ്മയിൽ എവിടെയുണ്ടോ ഭക്തർ, എവിടെയാണോ കൂടുന്നത് അവിടെ, അല്ലേ, ഷഡ്ബിർ ഭക്തിർ പ്രസിദ്ധതി. ഈ രീതിയിൽ ആ ഭഗവാനോടുള്ള സ്നേഹപ്രവണത നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ 6 രീതിയിൽ കൂടി. പിന്നെയും പറയുന്നുണ്ട്, നമ്മളത് ഇതെല്ലാം ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ മുൻപ് എപ്പോഴൊക്കെയോ പറഞ്ഞു പോയിട്ടുള്ളതാണ്. എന്താണ്, അത്യാഹാര പ്രയാസച്ച പ്രജൽപോ നിയമാഗ്രഹ ജനസംഘം ച ലൗല്യം ച ഷഡ്ബിർ ഭക്തിർ വിനശ്യതി. ആദ്യം പറഞ്ഞത് ഭക്തിയെ ഉയർത്തുന്നതും, ഇതെന്താണ്, ആദ്യം പറഞ്ഞത് 6 കാര്യങ്ങള് ഭക്തിയെ പരിപോഷിപ്പിക്കുന്നതും, ഇപ്പോൾ പറഞ്ഞത് ഭക്തിയെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള 6 കാര്യങ്ങൾ. അത്യാഹാര പ്രയാസച്ച പ്രജൽപോ നിയമാഗ്രഹ ജനസംഘം ച ലൗല്യം ച ഷഡ്ബിർ ഭക്തിർ വിനശ്യതി. ഓടിച്ചു പറഞ്ഞു പോവാം. അത്യാഹാരം എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ഭക്ഷിക്കുക, പിന്നെയോ ആവശ്യമില്ലാതെ ഭക്ഷണം ശേഖരിക്കുക. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ എന്താണ് ശേഖരിക്കരുത്. കാരണം എന്താ, നമുക്ക് ആവശ്യമുള്ളത് ഭഗവാൻ എപ്പോഴും തന്നുകൊണ്ടേയിരിക്കും. ഭഗവാൻ തരും, അല്ലെങ്കിൽ ഭഗവാൻ തരുന്നതുമുണ്ട്, തന്നുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. നമ്മൾ ആവശ്യമില്ലാതെ പൈസ ചെലവഴിക്കുന്നത് പോലെ എന്താണ്, ഭഗവാൻ നമുക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഭഗവാൻ ചെലവഴിക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കലും ആവശ്യത്തിലധികം ശേഖരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിലധികം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്, ആഗ്രഹിക്കരുത്. അതാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്, അത്യാഹാര എന്ന് പറയുന്നത്. കാരണം ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും എന്താണ്, ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അല്ലേ? ഈശോപനിഷത്തിൽ ഭഗവാൻ പറയുന്നു, ഈശോപനിഷത്ത് മന്ത്രത്തിൽ പറയുന്നതാണ്, ഈ ഭൂലോകത്തുള്ള എല്ലാ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ അധീനതയിലും ഭഗവാനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. അതുകൊണ്ട് എന്താണ്, ഒരാള് അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കാവൂ, ചെലവഴിക്കാവൂ എന്നുള്ളത്, സമ്പാദിക്കാവൂ.
അതേപോലെ തന്നെയാണ് എന്താണ് ശരീരത്തെയും ആത്മാവിനെയും ഒരുമിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കഴിക്കരുത്. ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. കാരണം അത് വേസ്റ്റ് ആക്കുകയാണ് അല്ലെ? വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണ്ണീക്കാൻ പറ്റൂല, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും. അതൊരു രീതി. വേറെ രീതിയിലാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷിക്കുമ്പോൾ എന്താണ്? ആവശ്യത്തിലധികം അധ്വാനിക്കേണ്ടതായിട്ട് വരുന്നു ആ ആഹാരത്തിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ നമ്മുടെ എനർജിയും പൈസയും മൊത്തം അതിന് വേണ്ടിയിട്ട് പോകുന്നു. നമ്മളെപ്പോലെ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള കോടിക്കണക്കിന് ജന്മങ്ങൾ വേറെയും ഉണ്ട് അല്ലേ? അവരുടെ കൂടെയാണ് നമ്മൾ എന്ത് അപഹരിക്കുന്നത്. പിന്നെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അല്ലേ? അതിനൊന്നിനും നമ്മൾ ശ്രമിക്കരുത്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഭഗവാന്റെ കൃപയാല് അത് ശരിയാകും അല്ലേ എന്നുള്ള മനോഭാവത്തോടു കൂടി വേണം എന്ത് നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയിട്ട്. അത്യാഹാര പ്രയാസിച്ച പ്രജൽപോ നിയമാഗ്രഹ. പ്രജൽപ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ് അല്ലേ? അനാവശ്യമായിട്ട് വെറുതെ കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കുക. 10 പേരുടെ കുറ്റം പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഉറക്കം വരൂല. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തവള മാതിരിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലയിടത്തും കിടന്നിരിക്കുന്ന പാമ്പിനെ വെറുതെ ചലച്ച് അല്ലേ അതിന്റെ ആഹാരമായിട്ട് മാറും. നമ്മളും ചെയ്യുന്ന അതേപോലെ. ഞാൻ പല ക്ലാസ്സുകളിലും പറയാറുണ്ട് എന്താ ഈ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇത്ര ശ്വാസമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആയുസ് അതുപോലെ തന്നെ ശ്വാസത്തിന്റെ ആണ് കണക്കുള്ളത് ഭഗവാൻ. അപ്പം നമ്മൾ സംസാരിക്കുമ്പോഴെന്താണ് പറ്റുന്നത്? നമ്മുടെ ശ്വാസം പോയിക്കൊണ്ടേയിരിക്കുക അല്ലേ? ദീക്ഷിക്കുമ്പോഴായാലും അല്ലെങ്കിലും ഒക്കെ ശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ആ ഒരു ആയുസ്സാണ് കുറയുന്നത്. നമ്മൾ പറയാറില്ലേ മദ്യപാനി അവനവ കുടിച്ച് ആയുസ് കളയുന്നു അല്ലെ? സിഗരറ്റ് വലിച്ച ആയുസ് കളയുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ? ആ കുറ്റം പറയുമ്പോഴും നമ്മുടെ ആയുസ് പോയിക്കൊണ്ടിരിക്കുക. അവരെങ്ങനെങ്കിലും പോയിക്കോട്ടെ, അയലത്ത് വീട്ടുകാർ എങ്ങനെയും പോയിക്കോട്ടെ, നമ്മൾ അവരുടെ കുറ്റം പറഞ്ഞ് ഇല്ലെങ്കിൽ അവര് അതല്ലാത്ത രീതിയിൽ നടക്കുവോ? ഇല്ല. ഒരു വ്യക്തി എങ്ങനെയാണ് അവർ അതേ രീതിയിലേ പോകൂ. അല്ലെങ്കിൽ അതിനുള്ള അറിവുണ്ടായിരിക്കണം. നമ്മൾ മാറിയിരുന്ന് രണ്ടുപേരെ വിളിച്ചിരുത്തിയിട്ട് നാട്ടുകാരുടെ കുറ്റം മൊത്തം പറഞ്ഞ് നമുക്കൊരു സമാധാനമാണ്. ഇത് അവരറിയുന്നുണ്ടോ? അവരറിയുന്നില്ല. ഇത് പ്രശ്നം ആർക്കാ പറ്റുന്നത്? നമുക്ക് തന്നെയാണ് പ്രശ്നം. അത് 10 പേരോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ അല്ലേ? ഒരു 2 പേരോടെങ്കിലും അത് പറയണം. എന്തു തന്നെ ആയാലും ഒരൊറ്റ കാര്യം ചിന്തിക്കുക. നമ്മൾ സംസാരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മീൻസ് നമ്മുടെ വായിലെ വെള്ളം വറ്റി നമ്മുടെ ശ്വാസം പോകുന്നതല്ലാതെ ഒരു കാര്യവുമില്ല. ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കും നമ്മൾ പറഞ്ഞാലേ നടക്കൂ, നമ്മൾ പറഞ്ഞാലേ നടക്കൂ. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത്. ഒന്നും നമ്മുടെ കയ്യില് അല്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പ്രജൽപ്പ എന്ന് പറയുന്നത്. ആവശ്യത്തിൽ കൂടുതലുള്ള സംസാരം. രാഷ്ട്രീയം പറച്ചില് അല്ലേ? സിനിമകളെ കുറിച്ച് പറച്ചില്. കണ്ടിട്ടില്ലേ ഈ ചാനലൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാല് വാർത്താ വായനക്കാർ രാവിലെ തൊട്ട് വൈകുന്നോടം വരെ ഒരു സംസാരമാണ്. എന്ത് പ്രയോജനം? എന്ത് കാര്യം? തമ്മിലടിയും തമ്മിൽ മത്സരവും. ഒരു കാര്യവും ഇല്ലാണ്ട് വളാന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈ കൂട്ടരെയൊക്കെ പല സിനിമയെ കാണാൻ ആൾക്കാരെ വിളിച്ചാൽ വരും, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാൻ ആൾക്കാരുണ്ടാവും, സിനിമാ പാട്ട് ഗാനമേള ഇതിനെല്ലാം ആൾക്കാരുണ്ടാവും.
എല്ലാത്തിനും അവര് സമയം കണ്ടെത്തി വരും. പക്ഷെ ഒരു സത്സംഗത്തിന് വരാനോ ക്ലാസ് കേൾക്കാനോ വിളിച്ചു നോക്കട്ടെ, ആ സമയത്തായിരിക്കും അവർക്ക് അന്ന് വരെ ഇല്ലാത്ത കംപ്ലീറ്റ് ബിസി ആയിരിക്കും. പല പരിപാടികളും ആ സമയത്തായിരിക്കും ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കലിയുഗത്തിന്റെ ഒരു പ്രഭാവം, കലിയുടെ പ്രഭാവം. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കരുത്. പ്രത്യേകിച്ച് നാക്കാണ് ഏറ്റവും ഡേഞ്ചർ സാധനം. നമ്മളെ നല്ലത് പറയിപ്പിക്കാനും വിളക്ക് പറയിപ്പിക്കാനും ഏറ്റവും ഉതകുന്ന ഒരു സംഗതിയാണ് എന്ത്? നാവ് എന്ന് പറയുന്നത്. ആഹാരം കഴിക്കുന്നതും എന്താണ്? ആ ഒരു നാവ് കൊണ്ടാണ്. പ്രജൽപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സംസാരം. നമ്മുടെ സമയം വെറുതെ പാഴാക്കരുത്. കാരണം ഓരോ സെക്കൻഡുകളും എന്താണ്? വളരെ വിലപ്പെട്ടതാണ്. സമയം എന്ന് പറയുന്നത് പൈസ കൊടുത്താൽ പോലും വാങ്ങാൻ കിട്ടാത്ത ഒരു സംഗതിയാണ്, അല്ലേ? ഒരു സെക്കൻഡ് പോലും എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടാത്ത സംഗതിയാണ് എന്ത്? സമയം. ലോകത്തെല്ലാ മനുഷ്യർക്കും 24 മണിക്കൂർ അല്ലാതെ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ട് മരണത്തെ വിളിച്ചു വരുത്തരുത്. സമയം എന്ന് പറയുന്നത് പണമാണ്. നമ്മളെവിടെയാണ്? നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലാണ്, അല്ലേ? നമ്മള് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നമ്മൾ ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം എന്ത്? നമ്മുടെ സമയം, പണം, ആരോഗ്യം, നാവ് ഇതെല്ലാം ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. ജനസംഘർഷ എന്താണ്? നമ്മള് നല്ല സംഘങ്ങള്, സത്സംഗങ്ങള്, നല്ല ജനങ്ങളുമായിട്ട് നമ്മള് സഹവസിക്കുക, നല്ല ജനങ്ങളുമായിട്ട് നമ്മള് ബന്ധങ്ങൾ സ്ഥാപിക്കുക. പൊതുവെ ആൾക്കാർക്ക് എന്താണ്? ഭഗവാനോട് അത്ര അഭിരുചിയൊന്നുമില്ല. പിന്നെ അത്യാഗ്രഹം, ഭൗതികമായിട്ടുള്ള മോഹങ്ങള് ഒക്കെ എന്താണ്? അതെല്ലാം കൃഷ്ണാവബോധത്തിൽ മുന്നേറുന്നതിനുള്ള തടസ്സങ്ങളാണ് ഇതൊക്കെ. അത്യാഗ്രഹവും ഈ പറഞ്ഞ സംഗതികളെല്ലാം തന്നെ. പിന്നെ എന്താണ്? നിയമാഗ്രഹ. അതിന്റെ കൂട്ടത്തിൽ എന്താണ്? നിയമം നമ്മൾ പാലിക്കണം. 4 യമനിയമങ്ങൾ നമ്മൾ പാലിക്കണം. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വീകരിക്കാതിരിക്കല്, നിയമാഗ്രഹ. അപ്പം ആ ഒരു നിയന്ത്രണമായിട്ടുള്ള ആ ഒരു തത്വങ്ങൾ, 4 യമനിയമങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ഒക്കെ തന്നെ എന്താണ്? ആ സ്വീകരിക്കാതിരിക്കുന്നത് തെറ്റാണ്. അതിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ശരീരം ഒക്കെ തന്നെ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള ചിന്ത എപ്പോഴും വേണം. കാരണം കഴിഞ്ഞൊരു ക്ലാസ് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു വീടില് വാടകക്കാരാണ്. ഒരു വീട്ടിലെ വാടകയ്ക്ക് നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവസ്ഥ? വീടിന്റെ ഉടമസ്ഥൻ എപ്പോഴാണോ ഇറങ്ങി പോകാൻ പറയുന്നത് ആ സമയത്ത് നമ്മൾ ആ വീട്ടിൽ നിന്ന് പോകണം. അതാണ് നമ്മുടെ ഈ അവസ്ഥ. ഈ ശരീരത്തിൽ നിന്ന് അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള പരമാത്മാവ് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴാണോ പറയുന്നത് ഇറങ്ങും അങ്ങനെ, അല്ലേ? പിണറായി വിജയൻ പറയുന്നത് പോലെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വിട്ടോണം. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ആ ഒരവസ്ഥയാണ് നമ്മുടെയും. ഈ നിമിഷം വേണമെങ്കിൽ, ഞാനിപ്പം വേണമെങ്കിൽ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണേ പോവാം, യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് പോയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമപുരുഷനായിട്ടുള്ള എന്ത്? ആ ഭഗവാനില് ഭക്തി ഉണ്ടാക്കുക, സ്നേഹം വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം നമ്മൾ ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും.
ഒരേ ഒരു കാര്യമേ ഉള്ളൂ ജീവിതത്തിൽ. എന്താണ്? യഥോ ഭക്തിർ അധോക്ഷജേ, കൃഷ്ണനോടുള്ള നമ്മുടെ സ്നേഹപ്രകടനം വർദ്ധിപ്പിക്കുക എന്നത് മാത്രം. അധോക്ഷജ, അധോക്ഷജൻ എന്നുള്ള പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇന്ദ്രിയങ്ങൾക്കും മേളിലാണ്, അല്ലെ? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും അപ്രാപ്യനാണ് അധോക്ഷജൻ. നമ്മുടെ ഇന്ദ്രിയം കൊണ്ടല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുമ്പോഴെന്ത്? നമുക്ക് ആ ഭഗവാനെ സ്പർശിക്കാൻ കഴിയും. ആ അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാനെ എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല? നമ്മുടെ ഇന്ദ്രിയങ്ങൾ മലിനമാണ്. അത് മാറണം. അത് മാറ്റിയാൽ ഉറപ്പായിട്ടും നമുക്ക് ഭഗവാന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമുക്ക് ജീവിക്കാം. എങ്ങനെയാണത്? സേവോൻ മുഖേഹി ജിഹ്വാദോ, ഉടനടി എന്നല്ല. എങ്ങനെ വേണം? സേവനത്തിലൂടെ, സേവനങ്ങൾ ചെയ്തുകൊണ്ട്. സനാതന ഗോസ്വാമിയെ പോലെ അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ ഡിറ്റിയുമായിട്ട്, വിഗ്രഹവുമായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം. നമ്മളും ആ ഒരു ആത്മീയ ബോധത്തിൽ നമ്മൾ പുരോഗമിക്കുമ്പോഴേ നമുക്കും ഭഗവാനോട് നേരിട്ട് സംസാരിക്കാം. ഭഗവാൻ നമ്മളോട് സംസാരിക്കും. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അല്ലേ? വൃന്ദാവനത്തിൽ നമുക്കറിയാം, സാക്ഷി ഗോപാൽ എന്ന് പറയുന്ന ഭഗവാൻ അദ്ദേഹം ഇപ്പോഴെവിടാണ്? ഒറീസയിലാണ്, പൂരിക്കടുത്ത്. അങ്ങോട്ടേക്ക് പോയി. അദ്ദേഹം ഭക്തരുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഭക്തരോടൊപ്പം അദ്ദേഹം പൂരിയിലേക്ക് പോയി. അപ്പം നമ്മൾ ചിന്തിക്കരുത് ഭഗവാൻ അപ്രാപ്യനാണ് എന്ന്. എപ്പോഴാണോ നമ്മുടെ ഭൗതിക മാലിന്യങ്ങൾ മാറുന്നത്, ആ സമയത്ത് നമുക്ക് ഭഗവാനെ സ്പർശിക്കാൻ കഴിയും, കാണാൻ കഴിയും, മണക്കാൻ കഴിയും, അല്ലേ? ഭഗവാന്റെ മണം ആസ്വദിക്കാൻ കഴിയും. അതെല്ലാം അവസരം ഭഗവാൻ തരും. ഇതെന്താണ് അർച്ചന മാർഗം എന്ന് പറയും, അല്ലെ? നമ്മൾ ക്രമേണ ക്രമേണ മുന്നേറുമ്പോഴ് എന്ത് പറ്റും? അർച്ചന മാർഗത്തിലൂടെ ഭഗവാനെ ഇതായിട്ട് മുന്നേറുന്ന സമയത്ത് പിന്നീട് നമ്മൾ നേരിട്ട് ചെയ്യാൻ വരും. നമ്മുടെ വീട്ടിൽ വിഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത്, പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ തന്നെ അവിടെ വന്ന് നിന്ന് തരും. ഒരവസ്ഥയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ? അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് ഭഗവാൻ കാണും. ഇവിടെ പറ്റിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഗോലോകത്തിലെങ്കിലും ഒന്ന് എത്തിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇനി ഈ ഒരു ഭൂമിയിലേക്ക് ഒരു ജന്മം വേണ്ട എന്നുള്ള രീതിയിൽ. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് എന്ത്? കഷ്ടപ്പാടുകൾ മാത്രം തരുന്ന ഒരു സംഗതിയാണ്. അശാശ്വതം, ശാശ്വതമല്ലാത്ത ഒരു ലോകമാണ് ഇവിടം. ദുഃഖാലയം, ദുഃഖാലയം അശാശ്വതം, ദുഃഖാലയമാണ്. ദുഃഖം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇന്ന് സുഖമാണ് എങ്കിൽ നാളെ ദുഃഖം, ഇന്ന് ദുഃഖമാണ് എങ്കിൽ നാളെ ദുഃഖം. നമ്മൾ ഇതിനെല്ലാം എന്ത് വേണം? ക്ഷമയോട് കൂടിയിട്ട് ആ നിയന്ത്രണമായിട്ടുള്ള തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇങ്ങനെ വേണം മുന്നേറണം. സാധുമാർഗാനുഗമനം. സാധുക്കൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ മാർഗം പിന്തുടർന്നുകൊണ്ട് നമ്മൾ ജീവിക്കണം. അതിന് തുടക്കത്തിൽ എന്താ വേണ്ടത്? എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് വേണ്ടുന്ന ആരാണ്? ഗുരു ഉണ്ടായിരിക്കണം, ഏ? ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. ഗുരുവിനെ സ്വീകരിച്ചിട്ട് ഗുരുവിനോട് അന്വേഷിക്കണം. അതാതോ ബ്രഹ്മജിജ്ഞാസ, പരമാത്മാവിനെ അന്വേഷിക്കണം. നമുക്കറിയാം പരമാത്മാവ് ആരാണെന്നൊക്കെ അറിയാം, അല്ലേ? നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഗുരു വേണം. ഗുരുവിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. ഭഗവത്ഗീതയില് 4:34 കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. കാരണം എന്തുകൊണ്ട് ഗുരു വേണം? നമുക്ക് ഒത്തിരി അറിവുണ്ട് എങ്കിൽ പോലും നമുക്ക് ഗുരു വേണം. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഏവം പരമ്പര പ്രാപ്തമിതം രാജർഷയോ വിദു. എല്ലാം പരമ്പര വഴി വരുന്നതാണ്. അതുകൊണ്ട് നമുക്കും ഗുരു ഉണ്ടായേ പറ്റൂ. ഈവൻ പൂന്താനം തിരുമേനി പോലും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ ഒരു രീതിയിൽ നമുക്ക് പുരോഗതി കൈവരിക്കാൻ പറ്റും. കാരണം നമ്മളെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരാളുടെ സഹായം നമുക്ക് ഈ ഭൗതിക ലോകത്ത് ഉണ്ടായേ പറ്റും. ആരുടെ സഹായം? ഭഗവാനെ കുറിച്ച് ശരിക്കും അറിയുന്ന ഒരു വ്യക്തിയുടെ സഹായം. ആരാണത്? അത് ഗുരുവാണ് ആ ഒരു വ്യക്തി. അതിലൂടെ നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണാബോധം അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള സ്നേഹം പൂർണ്ണമായിട്ടും എങ്ങനെയാകും? പൂർണ്ണമായും പ്രകടമാകും. ഇതാണ് ആ വഴി എന്ന് പറയുന്നത്. നമ്മുടെ സ്നേഹം കൃഷ്ണനിൽ സ്ഥിരമായിരിക്കുമ്പോൾ മാത്രമേ എന്താണ്
നമുക്ക് പൂർണ്ണമായും തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് കഴിയൂ. അപ്പം ഭക്തിസാവർ സിന്ധു എന്ന് പറയുന്ന ഒരു ബുക്കിനകത്തും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. 5 കാര്യങ്ങള്, അതിന്റെ ഒരു അടിസ്ഥാന തത്വമുണ്ട്. 5 കാര്യങ്ങള്, 5 രസങ്ങൾ, ഭഗവാനെ എങ്ങനെ സ്നേഹിക്കാമെന്ന്. ശാന്തരസം, സാക്യരസം, ദാസ്യരസം, ശാന്തദാസ സഖ്യവാത്സല്യ മാധുര്യരസം. നമ്മള് എന്താണ് ഭക്തി മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക, ഭഗവാനെ മാത്രം ആ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മള് എല്ലാവരും എന്താണ് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, അല്ലെ? സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷെ അതെല്ലാം ചില സമയങ്ങൾ എന്താണ് പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണത്? നമുക്കൊരു കേന്ദ്രമായിട്ടൊരു ബിന്ദുവില്ലാത്തതുകൊണ്ട്, അല്ലേ? ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ അതിന് നടുക്കൊരു കേന്ദ്ര ബിന്ദു ഉണ്ടായിരിക്കണം. അതില്ലാതെ നമ്മളൊരു വൃത്തം വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെ, പലരും കൂടി പല വൃത്തങ്ങൾ വരച്ചു കഴിഞ്ഞാല് പലരും കൂട്ടിയിടിക്കും. കാരണം എന്തുകൊണ്ടാ? അവര് കേന്ദ്ര ബിന്ദുവില്ല. അപ്പം നമ്മള് എന്ത് ചെയ്യുന്നതിനും ഒരു സംഗതി ഉണ്ടല്ലോ, സെന്റർ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം, അല്ലെ? ഇല്ലെങ്കിൽ അത് പോരായ്മയായിരിക്കും. അപ്പം എന്തിനും എന്താണ് വേണ്ടത്? ആ ഭഗവാനെ ഒരു കേന്ദ്രബിന്ദുവായിട്ട് നമ്മൾ എടുക്കണം. നിർബന്ധേ കൃഷ്ണ സംബന്ധേ, തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങള് എന്ത് തന്നെ ആയിക്കോട്ടെ, സാമൂഹിക പ്രവർത്തനമായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളായാലും മതപരമായിട്ടുള്ളതായാലും എന്ത് തന്നെ ആയാലും എന്താണ്, ഇതിനെല്ലാം ഭഗവാനെ ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു ഭഗവാനെ ആക്കി മാറ്റിയാൽ എന്താണ്, അതില് വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. കാരണം എന്താ? ഭഗവാനാണ് കേന്ദ്രബിന്ദു. എന്ത് ചെയ്താലും അത് ഭഗവാനെ കേന്ദ്ര ബിന്ദുവായിട്ട് നിർത്തിയിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും സ്വന്തമായിട്ട് വൃത്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരല്ലേ? രാഷ്ട്രീയമായിട്ട്, സാമൂഹികം, മാനുഷികമായിട്ടും, ദാർശനിക, ശാസ്ത്രീയം എല്ലാം ശരിയാണ്. പക്ഷേ ഭാഗവതം പറയുന്നത് എന്താണ്? നിങ്ങൾ എന്തും ചെയ്തു, നിങ്ങൾ ആ കൃഷ്ണന്റെ പോയിന്റിൽ നിന്നിട്ട് വേണമെന്ത്, ആ നിങ്ങൾ വരയ്ക്കുന്ന വൃത്തത്തെ പൂർണ്ണമാക്കാൻ എന്നുള്ളത്. സംസിദ്ധിർ ഹരിതോഷണം, നിങ്ങൾ എന്ത് ചെയ്താലും അത് കൃഷ്ണനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? പൂർണ്ണമാകും. കൃഷ്ണ സംബന്ധേ, എങ്കിൽ മാത്രമേ അതിനൊരു പൂർണ്ണതയുണ്ടാകൂ. എന്ത് പ്രവൃത്തിയിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും, അതും 4 യമനിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ എന്തിനിറങ്ങി തിരിച്ചു കഴിഞ്ഞാലും എന്താണ്, അത് ഭഗവാനെ കേന്ദ്രബിന്ദുവാക്കി നിർത്തിക്കൊണ്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എന്താവൂ, അത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പം ആ ഒരു ഭഗവാനെ കേന്ദ്രബിന്ദു ആക്കണമെങ്കിൽ എന്ത് വേണം? അത്രമാത്രം നമുക്ക് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ടായിരിക്കണം. അദ്ദേഹത്തിന് മാത്രം നമ്മൾ ഉറച്ചു നിൽക്കണം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ്, ആ ഒരാളെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. ഏ അപ്പം ആ ഭഗവാൻ മനസ്സിലാക്കണം, ഭഗവാനെ അറിയണം. എങ്കിൽ മാത്രമേ ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തില് എന്താണ് സ്ഥാപിക്കണം, ഒരിക്കലും ഇളകിപ്പോകാത്ത രീതിയിൽ. അപ്പം അതിന് എന്ത് വേണം? അദ്ദേഹത്തെ അറിയണം ശരിക്കും, ആരാണ് ഭഗവാൻ. നമുക്കെല്ലാം അറിയാം. അതാണ് ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ
അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആരാണ് ഭഗവാൻ, എന്തിനാണ് ഈ ജന്മം, അല്ലേ, ഞാൻ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഈ ഭൂമി എന്താണ്, ഗോലോകം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീവിക്കുന്നത്, ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അറ്റ്ലീസ്റ്റ് ശ്രമമെങ്കിലും നടത്തുക. ഉറപ്പായിട്ടും വളരെ വേഗം തന്നെ എന്താണ്, ആ നമ്മുടെ മാലിന്യങ്ങളെല്ലാം മാറിയിട്ട് ഭഗവാന്റെ ദർശനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകട്ടെ എല്ലാവർക്കും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.